ഹലോ ഗൈസ്, ഇറ്റ്സ് മീ BJ ആൻഡ് യു ആർ വാച്ചിങ് BJ ടോക്സ്. ഞാനിപ്പോൾ സംസാരിക്കാൻ പോണ വിഷയം കുറച്ച് സീരിയസ് മാറ്ററാണ്. ഇത് നമ്മുടെ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ്ജക്റ്റും കൂടിയാണ്. ഈ വീഡിയോ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ദേഷ്യമോ എന്തെങ്കിലും ഞാൻ കളിയാക്കിയോ അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ കൂടുതലായിട്ട് കാര്യം സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിൽ എത്താനും പിന്നെ ഞാൻ നിങ്ങളെ കളിയാക്കാത്ത രീതിയിൽ പറയാതിരിക്കാനും ശ്രമിക്കാം. പക്ഷേ ഞാനങ്ങനെ ആരെയും ഹേർട്ട് ചെയ്യുക അങ്ങനെ എൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നു. കാരണം ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇനി വരുന്ന ഫ്യൂച്ചർ ആർട്ടിസ്റ്റുകൾക്കും ഇനി മുമ്പ് വരുന്ന ആർട്ടിസ്റ്റിന് കുറച്ചും കൂടി വ്യക്തമായുള്ള ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. കാരണം ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണ് ഈ തെറ്റ് വീണ്ടും വീണ്ടും പറഞ്ഞത് അല്ല, ഞാൻ ചോദിക്കുന്നത് വെച്ചുകഴിഞ്ഞാൽ പണ്ട് മുതലേ തന്നെ ഈ തെറ്റ് തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു എന്റെ ആൽബത്തിന് വേണ്ടി മാത്രം ഞാൻ ചെയ്ത ആൽബത്തില് റാം മനോഹറിന്റെ പ്രത്യേകതകൾ ആൽബം വാശിക്ക് അന്ന് തന്നെ പുതിയൊരു ആൽബം അങ്ങ് റിലീസ് ചെയ്തു. പിന്നെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഈ ആൽബഗാനങ്ങളുണ്ട്. ആൽബഗാനങ്ങൾ നമുക്ക് നോക്കിയാലും താരക പെണ്ണാളെ എന്ന ആൽബത്തിലെ ഈ ഒരു സൂപ്പർ ഹിറ്റ് ഗാനം, ഉദറങ്ങ തുരുത്ത് എന്ന ആൽബത്തിലെ ഈ ഒരു ഗാനം, വിൻ പോളി നെസ്രിയ കൂട്ടുകെട്ടിൽ പെരുന്ന ട്രെൻഡിങ് ആയ ഈ ഒരു ആൽബഗാനം. സുന്ദരിയേവ 2006 ആണ് ഈ ആൽബം പുറത്തിറങ്ങിയത്. ആൽബം സോങ് ആണ്. ആൽബം സോങ്ങിലെ ആൽബം സോങ്സ് മലയാളം ആൽബം സോങ്സ് കോസ്റ്റ് വിജയന്റെ ആൽബം സോങ്സ് അമേരിക്കയിൽ ഷൂട്ട് ചെയ്ത ആൽബം സോങ്. ചില ആൽബം സോങ്സ് ഒരു ആൽബം സോങ് അത് മനോഹരമായ ഒരു ആൽബത്തിൽ ഇത്രയും ആൽബം സോങ്സ് ആൽബം സോങ് എന്റെ ആൽബം സോങ്സ് മലയാളം ആൽബം സോങ്സ് ദാസേട്ടൻ പാടിയ ഒരു ആൽബം സോങ് മലയാള ആൽബം സോങ്. ആൽബത്തിന്റെ ചിത്രീകരണത്തിലും ആൽബം ചിത്രീകരിക്കുന്നതിനിടയ്ക്ക് ആൽബത്തിന്റെ ചിത്രീകരണം കണ്ടല്ലോ. ഈ തെളിവ് കാണിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും നാളെ ഞാൻ കാത്തിരുന്നു. ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറയാൻ വന്ന വിഷയം ആൽബം സോങ്സ് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് പറയണ്ടേ. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. കാരണം പലതരത്തിലും പല രീതിയിലും ഇതുപോലത്തെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനെയൊക്കെ ആൽബം സോങ്സ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളിതൊന്ന് സെർച്ച് ചെയ്യാണ്ടാണ് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഗാനങ്ങളിലായാൽ തന്നെ അവൻ പാടിയൊരു ആൽബം സോങ്ങാണ്, അവൻ പാടിയ ആൽബം. ആൻഡ് ഈവൻ ഈ ബുക്കിൽ വരെയുണ്ട്. ഇത് 10ാം ക്ലാസ്സിലെ ആർട്ട് എഡ്യൂക്കേഷൻ ബുക്കാണ്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് എടുത്തുള്ള എടുത്താൽ കൊള്ളാം എന്തെങ്കിലും ആട്ടെ. ഞാനിപ്പോൾ ഇതിനകത്ത് പറയാൻ വന്നത് ഇതിനകത്ത് എഴുതിയിരിക്കണ എല്ലാം കറക്റ്റാണ്. A മുതൽ Z വരെ കറക്റ്റാണ്. പക്ഷേ 2 ലെറ്റേഴ്സ് മാത്രം തെറ്റാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കാണിച്ചു. ഒന്നാമത്തെ കാര്യം, ഹനുമാൻ കൈൻഡ് ഈ കേരള ഗവൺമെൻറ് ഒന്ന് ശ്രമിച്ചാണ്. കാരണം ഇതിനെ എഴുതി വെച്ചാൽ എന്താ അറിയോ, ഹനുമാൻ കൈൻഡ് ഇസ് എ ഫേമസ് റാപ്പ് ബൈ ഇന്ത്യൻ റാപ്പർ സൂരജ് ചെറുക്കാട്. ഈ താഴെല്ലാം എഴുതിയേക്കണെല്ലാം തന്നെ ഈ ഹനുമാനും കൈൻഡ് ഇത്ര സ്പേസ്. ഈ സത്യം പറഞ്ഞാലേ എന്തെങ്കിലും ഉണ്ടാ അല്ല, ഈ മൊബൈലിനകത്തൊരു സാധനം ഇരിപ്പുണ്ട്. എപ്പോഴും തുറന്നു നോക്കിക്കഴിഞ്ഞാലും ആപ്പിൾ ഫോണത് ഉണ്ടാകുന്നറിയില്ല, ആൻഡ്രോയിഡ് ഫോണാണ് മിക്ക മോസ്റ്റ് ഓഫ് ദി യൂസേഴ്സ് അത് ഉപയോഗിക്കാറ്. അപ്പം അതിനകത്ത് വലിയൊരു ടാബുണ്ട് ഗൂഗിൾ. അതിൽ വിശദമായിട്ട് സെർച്ച് ചെയ്യണം. അല്ലാണ്ട് വെറുതെ അല്ലറ ചില്ലറ ഈ ന്യൂസ് ചാനൽ പറയണ പോലെ ഷക്കീർ വക്കക്ക് ശേഷമാണ് ഇപ്പോൾ ഡാഡേ പാടുന്നത്, അവിടെ പന്ത് വെറുതെ നിരത്തി വെച്ച് ചെയ്യണാണ്. ഇങ്ങനെ വെറുതെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലാരിഫൈ ആയുള്ള ഒരു റിസർച്ച് നടത്തണം. ഇത് നോക്ക്, ഹനുമാൻ കൈൻഡ് അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് നെയിമാണ് സൂരജ് ചെറുക്കാടിൻ്റെ. ഇദ്ദേഹത്തിൻ്റെ സ്റ്റേജ് നെയിമാണ്, അദ്ദേഹത്തിൻ്റെ റാപ്പാണെന്നാണ് എഴുതി വെച്ചത്. സെൻസ് ഉണ്ട്. ഇതെന്തുകൊണ്ടാണ് ആൽബം സോങ് എന്ന് പറയുന്നത്? അപ്പം ഞാൻ ഈ ബുക്കിന്ന് അരിച്ചു പറക്കി സെർച്ച് ചെയ്യാന്ന് ചോദിച്ചു. റബിഷ്. കാരണം ഇതിനകത്ത് കൊടുത്തേണ ചില കാര്യങ്ങൾ മാത്രം കേട്ടോ, ചിലത് മാത്രം എഴുതി വെച്ചാണ്. വീഡിയോ ആൽബം എടോ, ഇത് മ്യൂസിക് വീഡിയോ സത്യം അല്ല. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസ സാധ്യമോ
ഇത് ജസ്റ്റ് ഒരു പാട്ട് മാത്രമാണ്, വരും പാട്ടല്ല, ഒരു പ്രതിഷേധ ഗാനം കൂടിയാണ്. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ, കൂടുതലൊന്നും എനിക്കറിയില്ല. ബട്ട് ഇത് കണ്ട, ദീസ് ലൈൻസ് ആർ ഫ്രം ദ മലയാളം മ്യൂസിക് ആൽബം. എടി ഇത് ജസ്റ്റ് ഒരു പാട്ട്. അതിനെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇത്ര ഒരു ആൽബം ഒക്കെ എങ്ങനെ പറയാൻ പറ്റും? ഇത്ര ഒരു വരി ഇതിന് ആൽബം എന്ന് പറയാൻ ആർക്കും പറ്റൂല. എടാ യൂസ് ദ സെൻസ്. ഇത്രയുള്ള വരിക ആൽബം ഒരിക്കലും പറയാൻ പറ്റൂല. അതിനെങ്ങനെ പറയുകയാണെങ്കിൽ അത് മ്യൂസിക് വീഡിയോ വയ്ക്കണം. വേണ്ട, ക്രിയേറ്റ് എ വീഡിയോ ആൽബം. ആൻഡ് ഇവിടെ എല്ലാം കൊടുത്തേക്കണം, എല്ലാം കറക്റ്റാണ്. ഇങ്ങനെ എല്ലാം കൊടുത്തേക്കണം, എല്ലാം കറക്റ്റാണ്. ഈ ആൽബം എന്തിനാ? ജസ്റ്റ് മ്യൂസിക് വീഡിയോസ്. ഇതിൻ്റെ പേര് മ്യൂസിക് വീഡിയോ അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോ. അതായത് ഒരു ആൽബമോ അല്ലെങ്കിൽ ഏതെങ്കിലും സിംഗിളോ പ്രൊമോഷൻ, ഓഡിയോ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ചെയ്യണ വീഡിയോ വരുന്നത്. അത് പിന്നെ വളർന്ന് അതിൻ്റെ ഓരോ ശാസ്ത്രീയ വശങ്ങൾ മനസ്സിലാക്കിയാണത് മ്യൂസിക് വീഡിയോ ആണ്. അതിന് ആൽബം സോങ് ഒരു ബന്ധം, ആൽബം സോങ് ഒന്നും അങ്ങനെയല്ല. ബേസിക്കലി ഇതിനൊരു ശരിക്കൊരു നെയിമുണ്ട്. അതായത് സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ഗാനങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള പേരെന്താ അറിയോ? ആൽബം സോങ്സ് എന്നല്ല, പോപ്പ് സോങ്സ്. POP സോങ്സ്, പോപ്പ് സോങ്സ്. മനസ്സിലായോ? ഇതുപോലത്തെ ഗാനങ്ങളെയൊക്കെ പോപ്പ് സോങ്സ് എന്ന് വിളിക്കട്ടെ, ആൽബം സോങ്സ് അല്ല. അത് തെറ്റാണത്. ഇറ്റ്സ് എ മിസ്റ്റേക്ക്. ആൽബം സോങ്സ് ഒരിക്കലും ആരും പറയത്തില്ല. ഇനി അങ്ങനെ പറയണമെങ്കിൽ തന്നെ ഒരു അർത്ഥമുണ്ട്. അതിന് ആ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. ആദ്യം നിങ്ങൾ പോപ്പ് സോങ്സ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇത് എങ്ങനെ ഉണ്ടായെന്ന് ആദ്യം പറഞ്ഞുതരാം. ഇത് വന്നിരിക്കുന്നത് യഥാർത്ഥ പേര് പോപ്പുലർ സോങ്സ് എന്നാണ്, അല്ലെങ്കിൽ പോപ്പുലർ മ്യൂസിക് എന്ന് പറയാം. അതായത് ഇതുപോലത്തേക്ക്, അതായത് പോപ്പ്, ഡാൻസ്, ജാസ്, ബ്ലൂസ്, ഹിപ്പ് ഹോപ്പ്, അങ്ങനെ എല്ലാ ജനറുകളും കൂടി കൂട്ടത്തെയാണ് പോപ്പുലർ സോങ്സ് അല്ലെങ്കിൽ പോപ്പ് സോങ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനകത്ത് വേറെ കാര്യം കൂടി ഉണ്ട്. ഇവരിതിനകത്ത് ജനറ് കൺഫ്യൂഷൻ അടിക്കും. അത് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജനറും കൂടി പറഞ്ഞുതരാൻ പോകുന്നത്. പോപ്പ് മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1950 മുതൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ജനറാണ്. അതും ഈ പോപ്പുലർ മ്യൂസിക് കൊണ്ട് ഒരു ബന്ധമില്ല. ബന്ധമെന്ന് വെച്ചത് പോപ്പുലർ മ്യൂസിക്കിൻ്റെ ഒരു ജനർ മാത്രമാണ്. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഇനി നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഫോർമാറ്റുകളും ഇതിൻ്റെ രീതികളും എങ്ങനെയാണ് ഇത് ക്രമീകരിക്കേണ്ടത്, ഇൻഡിപെൻഡൻറ്റ് പോപ്പ് ഗാനങ്ങളെ എങ്ങനെയാണ് നമുക്ക് സ്പെല്ല് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഫോർമാറ്റുകളെ എങ്ങനെയാണ് പറയാൻ പറ്റുക. നമുക്കിത് ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ചേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഈ കാര്യം നിങ്ങൾ പൊതുജനങ്ങൾ മാത്രമല്ല, മ്യൂസിക് ലേബൽസ്, മറ്റാൾക്കാർ, ആൻഡ് ഈവൻ ജെൻ ആൽഫാസ് ഓൾസോ. ഇത് നമുക്ക് ജെൻ ആൽഫാസിനെ പറയാൻ പറ്റൂല. തുടങ്ങിയിട്ടുള്ളവർ ജസ്റ്റ് അഭിനയിക്കണം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പ്രൊഡ്യൂസർ, ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ ഇങ്ങനെ മ്യൂസിക് വീഡിയോന് പറ്റിയ ആൾക്കാരുകൾ എല്ലാം ഇങ്ങനെ, ഇതൊരു ആൽബം സോങ് ഷൂട്ടിംഗ് ആണ്, ഇത് ആൽബം സോങ് ആണ്, ഇതൊരു ആൽബം സോങ് ആണ് മോളെ, അതാ ഇങ്ങനെ പറഞ്ഞ് അവസാനം ഇതേ വേർഡ് തന്നെ അവർക്ക് തന്നെ പകർന്നു കൊടുക്കണം. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ തന്നെ ചീമൊട്ട എല്ലാവർക്കും എറിഞ്ഞു കൊടുക്കണ പോലെ. അല്ല, ഞാൻ കളിയാക്കാൻ ഉദ്ദേശിച്ചല്ല, ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കളിയാക്കെങ്കിൽ സോറി കേട്ടോ. സോ നമുക്ക് ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ ഫോർമാറ്റുകൾ എങ്ങനെയാണ്, ഇതിൻ്റെ രീതികൾ എങ്ങനെയാണ്, നമുക്കിതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ആദ്യം നമുക്ക് സിംഗിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ മൊബൈലിൽ ഇതിനെക്കുറിച്ചൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് സിംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എ സോങ് ആൻഡ് ഇറ്റ്സ് റിമിക്സ്. ചിലപ്പോൾ ഇതും കൂടി ഉൾപ്പെടുന്നുണ്ടാവും, ചിലപ്പോൾ അൺപ്ലഗ്ഡ് വേർഷൻ ഉൾപ്പെടുന്നുണ്ടാവും, ചിലപ്പോൾ അതിൻ്റെ അക്കോസ്റ്റിക് തന്നെ അത് പറയാൻ പറ്റും. പിന്നെ അതിൻ്റെ ഓൾട്ടർനേറ്റ്, എക്സ്റ്റെൻഡഡ് വേർഷൻസ് ഒക്കെ എല്ലാം ഉൾപ്പെടുന്നതാണ് ഒരു സിംഗിൾ. ഇതിനകത്ത് പല ഗാനങ്ങൾ ഉൾപ്പെടും സിംഗിൾസ്. ചിലതൊക്കെ ആൽബം നോട്ട് ഇൻക്ലൂഡ് സിംഗിൾസ് ആണ്. രണ്ടാമത്തത് EP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മുതൽ 7 വരെയുള്ള ഗാനങ്ങൾ, 3 to 7 സോങ്സ്, അതാണ് EP. ഇപ്പോൾ അത് ആൾക്കാർ ആൽബം എന്ന് പറയണമെങ്കിലും ശരിക്കുള്ള ഡെഫിനിഷൻ EP ആണ്. അത് സൗണ്ട് ട്രാക്ക് ആയാലും അല്ലെങ്കിലും. ഇപ്പോൾ ഈ വീഡിയോയിലൂടെ തന്നെ ഞാൻ സിനിമയെ കുറിച്ചുള്ള ചില കാര്യങ്ങളെയും കുറിച്ച് ഞാൻ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. നമുക്കത് പിന്നെ സംസാരിക്കാം. ഇനി മൂന്നാമത്തത് ആൽബം. നിങ്ങൾ പറയണ ആൽബവും വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ആൽബം കൊണ്ട് ഒരു ബന്ധമില്ല. ഞാൻ പറയണ ഈ കാര്യമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതായത് ഇതായിരിക്കും ശരിക്കുള്ള ഡെഫിനിഷൻ. ഇത് ഞാൻ പറഞ്ഞല്ല, ഗൂഗിളിൻ്റെ റിസൾട്ടും എല്ലാവരുടെയും മ്യൂസിക് ആർട്ടിസ്റ്റിൻ്റെ റിസൾട്ട്സും കൂടി ഒരുമിച്ച് പറഞ്ഞിട്ടാണിത്. ആൽബം തന്നെ 8 മുതൽ 20 വരെയുള്ള ഗാനങ്ങൾ, 20 അല്ലെങ്കിൽ അതിലും കൂടുതൽ ഗാനങ്ങളെയാണ് ആൽബം എന്ന് പറയാൻ പറ്റുക. ഇപ്പം നിങ്ങൾ പറയുന്ന ആൽബം സോങ്സ് തെറ്റാണ്. അത് ഇംഗ്ലീഷിൽ ഇങ്ങനത്തെ ഒരു വാക്കുണ്ടെങ്കിലും അത് ഇങ്ങനെയല്ല പറയണത്. ഈ ഗ്ലൂവിനെ
തേപ്പൂട്ടി എന്ന് പറയാൻ പറ്റും? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് അതിന് മ്യൂസിക് വീഡിയോസിന് ആൽബം സോങ്സ് ഒരിക്കലും വിളിക്കാൻ പറ്റില്ല. ആൽബം സോങ്സിന് അർത്ഥമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ടി സീരീസിൽ ഹിമേഷ് ശശാമയുടെ ആപ്കാ സുരു എന്ന ഹിമേഷ് ശശാമയുടെ ഡെബ്യൂട്ട് ആൽബം അറിയാലോ, അതിന് ഓഡിയോ ജുക്ക് ബോക്സ് ഇട്ടാണ് ആൽബം സോങ്സ് ഇട്ടാണ്. സത്യം പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, നിങ്ങൾ പറയണതിന് കാര്യം ഉണ്ടാകുന്നു? കാര്യമില്ല. ഞാൻ ഗൂഗിളിനകത്ത് ജെമിനിയോട് ഡെഫിനറ്റ് ആയിട്ട് ഇത് ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞ എങ്ങനെയാണെന്നറിയോ, നിങ്ങൾ ട്രാക്സ് ഒന്ന് കേട്ടണ്ട, ട്രാക്ക് 1 ട്രാക്ക് 2 എന്നൊക്കെ ഒന്ന് കേട്ടണ്ട. അതാണ് ഇതിൻ്റെ അർത്ഥം. ഒരു 8 മുതൽ 20 അടുക്കി വെച്ചാണ് ഗാനങ്ങളിനകത്ത് ഉൾപ്പെടുന്ന ഇതിനെയാണ് ആൽബം സോങ് എന്ന് പറയുന്നത്. അതിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. അതാണ് ഞാൻ പറയണത്, നിങ്ങളിങ്ങനെ തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇത് മിക്സ് ടേപ്പ് എന്ന് പറയാം. മിക്സ് ടേപ്പ് എന്ന് പറയാം അത് ഇത് തന്നെ 8 മുതൽ 20 ആൽബം പോലെ തന്നെ, പക്ഷേ ഇത്തിരി ഡിഫറെൻ്റ് ആണ്. ഒരു ആൽബം ആണെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ പ്രണയം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. ഇപ്പോൾ സങ്കടത്തിൻ്റെ ഉദാഹരണമായിട്ട് ഫിർ ബേവഫായി ഉൾപ്പെടാം. പ്രണയത്തിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ചെമ്പകം എടുക്കുക. ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ റോക്ക് ആൻഡ് പങ്ക് ആൽബങ്ങളും ഉൾപ്പെടുന്നതിനകത്ത്. ഇത് മിക്സ് ടേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാനം ദേഷ്യം വയ്ക്കും, ഒരു ഗാനം സങ്കടം വയ്ക്കും, ഒരു ഗാനം സന്തോഷം വയ്ക്കും, ഒരു ഗാനം വെറുപ്പായിരിക്കും. അതൊരു ഓരോരോ വികാരം. മഡോണയുടെ റേ ഓഫ് ലൈറ്റ് എന്ന ആൽബത്തിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സിംഗിളല്ല, ഇതിനകത്ത് പ്രതിഫലിക്കുന്നത് ഫ്യൂച്ചറിസം. സോ നമ്മളിപ്പോൾ ഏതെങ്കിലും ഗാനം കേൾക്കുന്ന പല രീതിയിലുണ്ടാവും, പക്ഷെ ഇതിനകത്ത് പ്രതിഫലിക്കുന്ന ഫ്യൂച്ചറിസ്റ്റിക് സൗണ്ട്, ഫ്യൂച്ചറിസ്റ്റിക് ആയുള്ള പോപ്പ് മ്യൂസിക് ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. സോ ഇതും മിക്സ് ടേപ്പായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട്. ഡിലക്സ് ആൽബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആൽബത്തിൻ്റെ എക്സ്റ്റെൻഡഡ് വേർഷൻ എന്ന് പറയാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ബ്രിട്ടനി സ്പേസിൻ്റെ ഓപ്സ് ഐ ഡിഡ് ഇറ്റ് അഗെയിൻ്റെ ഡ്യൂലക്സ് എഡീഷൻ നമുക്ക് നോക്കാം. ആ ഗാനത്തിന് അതിനകത്ത് കുറച്ചധികം ഗാനങ്ങളുണ്ട്, ഡിയർ ഡയറി വരെ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ട്രാക്കുകളുണ്ട്. അതായത് ലൈവായിട്ടുള്ള ഗാനങ്ങളുണ്ടാവും, അതിനകത്ത് ചിലപ്പോൾ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ബോണസ് ട്രാക്കുകളുണ്ടാവും, എക്സ്റ്റെൻഡഡ് വേർഷൻസ് ഉണ്ടാവും ആ മുമ്പിട്ട ഗാനത്തിൻ്റെ. പിന്നെ വേറെ കുറേ റിമിക്സസ് ഉണ്ടാവും, വേറെ കുറേ ഡിലീറ്റഡുള്ള വർക്ക്സുകളും അത് റിലീസ് ചെയ്യാത്ത വർക്കുകളും ആഡ് ചെയ്യാനുള്ള ഡ്യൂലക്സ് വേർഷൻ. ഇതിനകത്ത് 20 കൂടുതലിടാം, കുറേ വേണമെങ്കിൽ ഇടാം. നമുക്ക് വേണമെങ്കിൽ ഫിലിം സൗണ്ട് ട്രാക്ക് ചെയ്യുന്നൊരു ഉദാഹരണം പറയാം. തുടരുമെന്ന് എക്സ്റ്റെൻഡ് വേർഷൻ ഉണ്ട്. അതിനകത്ത് ഇപ്പോൾ ഫിലിം സൗണ്ട് ട്രാക്കിൽ ഉൾപ്പെട്ട ഗാനങ്ങൾ മാത്രമല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുക, സിനിമയിൽ ഇല്ലാത്ത ഗാനം, ഒരു പ്രൊമോഷൻ ഗാനം എന്ന് പറയാൻ പറ്റില്ല, അതതിൻ്റെ ട്രാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടുകൊണ്ട് ഇൻസ്പയർഡ് ബൈ ഗാനം എന്ന് പറയാം. അതങ്ങനെ പുറത്തെ രാജ്യത്ത് അങ്ങനെ പറയണം. നമ്മുടെ ഇവിടെ അങ്ങനെ ഉണ്ടാവുന്നത് പ്രൊമോ ഗാനം എന്നൊക്കെ പറയുന്നു. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇൻസ്പയർഡ് ബൈ ഗാനം. പിന്നെ അതിന് കൂട്ടിന് വേറെ കുറേ ബോണസ് ട്രാക്കുകൾ, അതും ഇൻസ്പയർഡ് ബൈ. പിന്നെ കുറേ ഇൻസ്ട്രുമെൻറ്റൽസ്, അങ്ങനെ കൂടി ആ സൗണ്ട് ട്രാക്ക് ഒരു എക്സ്റ്റെൻഡ് വേർഷൻ സൗണ്ട് ട്രാക്ക് അവർ ക്രിയേറ്റ് ചെയ്തു. ബട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എസ്പെഷ്യലി ആ കൊണ്ടാട്ടം. ഇനി അടുത്തത് കോംപ്ലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആർട്ടിസ്റ്റുകളുടെ ഗാനങ്ങൾ ഇപ്പോൾ പല ജനറുകളിലായിട്ട് വെച്ച് അടുക്കി വെക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ സ്വന്തം ആർട്ടിസ്റ്റിൻ്റെ പല പല ഗാനങ്ങളും കൂടി ഒരുമിച്ച് വെക്കുന്നത്. അതും ആൽബത്തിൽ നിന്നാവാം, സിംഗിളിൽ നിന്നാവാം, EP നിന്നാവാം. അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കുന്നതിനെയാണ് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. ഇത്ര കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് സിനിമാറ്റിക് മ്യൂസിക്കൽ ഫോർമാറ്റിലേക്ക് പോവാം. സിനിമാറ്റിക് മ്യൂസിക്കൽ ഫോർമാറ്റ്സിലോട്ട് നമുക്ക് ഇതിനകത്ത് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഫിലിം ആൻഡ് TV നോക്കാൻ പോകുന്നത്. ബേസിക്കലി ഇതിനകത്തുള്ള മ്യൂസിക് കോമ്പോസിഷന് സൗണ്ട് ട്രാക്കുകളുണ്ട്, സൗണ്ട് സ്കോറുകളുണ്ട്. അതാണ് ഫിലിംസിൽ യൂസ് ചെയ്യുന്നത്. ഫിലിംസിലായാലും സീരീസിലായാലും ഇതാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇതിനെയും പലവരും തെറ്റായിട്ടാണ് പറഞ്ഞിട്ടുണ്ട്. സൗണ്ട് ട്രാക്ക് എന്ന് പറയുന്നത് ഫിലിമിലോ സീരീസിലോ ഉപയോഗിച്ചിരിക്കുന്ന ഗാനങ്ങളെയാണ് സൗണ്ട് ട്രാക്ക് എന്ന് പറയുന്നത്. സൗണ്ട് സ്കോർ എന്ന് പറയുന്നത് ഓൺലി ഇൻസ്ട്രുമെന്റൽസ് മാത്രമാണ്. പക്ഷേ പലവരും സൗണ്ട് ട്രാക്കിന് സൗണ്ട് സ്കോർ എന്ന് പറയാറുണ്ട്. അത് മൊത്തത്തിൽ തെറ്റാണ്. ഇപ്പം നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2 ട്വിൻസ് ഉണ്ട്, ഒന്ന് കാഡ്ബറി മറ്റൊന്ന് മാഡ്ബറി. ഇതിൽ മാഡ്ബറി പോയി കഴിഞ്ഞാൽ, മാഡ്ബറി ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, അപ്പോൾ കാഡ്ബറിനെ മാഡ്ബറി എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം അതിൻ്റെ ഡെഫിനിറ്റ് നെയിം വിളിക്കണം. അതുപോലെ തന്നെയാണ് ഇതും. ഇപ്പോൾ OST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ സൗണ്ട് ട്രാക്ക്. അപ്പോൾ സൗണ്ട് സ്കോറിന് എന്ത് പറയും? സ്കോർ, ജസ്റ്റ് സ്കോർ, അത്രയും മതി. അല്ലാണ്ട് ഒറിജിനൽ സൗണ്ട് ട്രാക്ക് എന്ന്
ഈ സ്കോറിന് ഒട്ടും വിളിക്കാൻ പറ്റൂല. കുറെ ഉദാഹരണങ്ങളുണ്ട്. പ്രതിച്ഛായ, പ്രേമലു, സംഭവം അധ്യായം 1, RDX. ഇതിലിപ്പോ പറയാൻ വന്ന കാര്യം വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ സ്റ്റാർട്ടിങ് ഏറ്റവും തുടക്കത്തില് ഈ EMI എന്ന ലേബൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, അതായത് ദ ഗ്രാമഫോൺ കമ്പനി. ആ ലേബൽസ് എല്ലാ മലയാള സിനിമ, എല്ലാ ഭാഷയിലെ സിനിമകളും ഒറിജിനൽ സൗണ്ട് ട്രാക്ക് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതിനകത്ത് താഴെ കൊടുത്തത്. അതെല്ലാം വിനായിലും കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ അത് സാരേഗാമ ശരിക്കും അത് യൂണിവേഴ്സൽ മ്യൂസിക്കിനാണ് സാരേഗാമക്ക് വന്നേക്കാണത് ലക്ക് എന്ന് പറയാം. പക്ഷെ ഇവരുടെ ലേബലായിട്ട് പോലും RDXന്റെ സൗണ്ട് സ്കോറിന് ഒറിജിനൽ സൗണ്ട് ട്രാക്ക് എന്നിട്ടാണ്. ആൻഡ് the TCS, the number 1 music label in India, അവരും എല്ലാ സൗണ്ട് സ്കോറിന് OST ഇട്ടേണത്. അതും സങ്കടം തന്നെയാണ്. എന്തായാലും ഞാനൊരു കാര്യം പറയാം, സൗണ്ട് ട്രാക്കിനെ OST എന്നും പറയാം, സൗണ്ട് സ്കോറിനെ സ്കോർ അല്ലെങ്കിൽ OSS എന്ന് പറയാം. ഇതായിരിക്കും നല്ലത്. ഇനി നിങ്ങൾ പുറത്തൊരാഴ്ത്തിട്ട് നോക്കുമ്പോഴേക്കും മ്യൂസിക് ഫ്രം ദ മോഷൻ പിക്ചർ എന്ന് എന്താ നിങ്ങൾക്ക് സംശയം തോന്നും. അത് ഒന്നുമല്ല, സൗണ്ട് ട്രാക്ക് ആയാലും സൗണ്ട് സ്കോർ ആയാലും അതിൻ്റെ പൊക്കത്ത് തന്നെ അതിൻ്റെ എഴുതി വെക്കുക ഒറിജിനൽ മോഷൻ പിക്ചർ സൗണ്ട് ട്രാക്ക് എന്നതിന് പകരം ഒറിജിനൽ മോഷൻ പിക്ചർ സൗണ്ട് സ്കോർ തന്നെ മ്യൂസിക് ഫ്രം ദ മോഷൻ പിക്ചർ, കാരണം അത് സിനിമയിലുള്ളതാണ്. ഇനി ഇൻസ്പയർഡ് ബൈ എന്ന് പറയുമ്പോഴേക്കും ഇനിയിപ്പോൾ കേൾക്കാത്ത ഗാനങ്ങൾ, അതായത് ആ സിനിമക്ക് വേണ്ടി ഉദ്ദേശിച്ച ഗാനങ്ങളായിരിക്കും അല്ലെങ്കിൽ സീരീസിന് ഉദ്ദേശിച്ച ഗാനങ്ങളായിരിക്കും ഇൻസ്പയർഡ് ബൈ എന്ന് പറയുന്നത്. നമുക്കിതിനകത്തൊരു ഉദാഹരണം പറയാം. നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയുണ്ട്, അകലെ എന്ന സിനിമ. ആ സിനിമയിൽ ഒരു ഗാനങ്ങളില്ല, ജസ്റ്റ് സ്കോർ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സിനിമക്ക് വേണ്ടി ഇൻസ്പയർ ചെയ്തൊരു സൗണ്ട് ട്രാക്ക് ഉണ്ട്. അത് കമ്പോസ് ചെയ്തിരിക്കുന്നത് M. ജയചന്ദ്രനും ഇതിൻ്റെ എല്ലാ ലിറിക്സ് ചെയ്തിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. നല്ല ഗാനങ്ങളാണ്. ഈവൻ ദ ഫസ്റ്റ് ട്രാക്ക് ഓൾസോ മാസ്റ്റർ പീസ്. ഒരു നോവു പാട്ടിൻ്റെ നേർത്തരാഗങ്ങളോർത്തു പോവുന്നു ഞാൻ അകലേ ഏതോ കാറ്റിൽ. പക്ഷേ ഇത് യൂട്യൂബ് ചാനലിലോട്ട് കേൾക്കുമ്പോൾ സൂപ്പർ ഹിറ്റ് ആൽബം സോങ് എന്ന് ഇതിനകത്ത് ഇട്ട് വെച്ചാണ്. ഇനി നമുക്ക് സൗണ്ട് ട്രാക്കിൻ്റെ സൗണ്ട് സ്കോറിന് സീരീസിലോട്ട് കിടക്കും. ഇപ്പോഴായിട്ട് പല സീരീസുകളിലും, അതായത് ഇപ്പോൾ വെബ് സീരീസ് ആയാലും TV സീരീസ് ആയാലും കൂടുതലായിട്ട് ഇപ്പോൾ ഒറിജിനൽ സീരീസ് സൗണ്ട് ട്രാക്കുകൾ ഇപ്പോഴായിട്ട് വരാറുണ്ട്. പിന്നെ കുറച്ച് നേരത്തൊക്കെ സൗണ്ട് സ്കോറുകൾ ഇനി വരാറുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ സീരിയലുകളാണ് ഇവിടെ TV-കൾക്ക് പ്രാധാന്യം. അപ്പോൾ അവർ സൗണ്ട് റീപ്ലേസ് ചെയ്യാണ്. അമ്മേ, ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിച്ച ആകാശം ഇടിഞ്ഞു വീഴുവോ? പ്ലീസ് ആ സാധനം നിർത്തിക്കളയും പ്ലീസ്. അതുകൊണ്ട് നമ്മളിപ്പോൾ പറയാൻ വന്നത്, നിങ്ങൾ വിചാരിക്കും ഈ സീരീസുകളിലും സീരിയലുകളിലും സൗണ്ട് ട്രാക്കുകൾ ഇപ്പം അടുത്താവുന്നതാണ്. നോടേനിമോ ഏർലി 90s തുടങ്ങുമ്പോഴേക്കും ഏഷ്യാനെറ്റ് അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ആ സീരിയലുകൾക്ക് നല്ല പേരും ഉണ്ടായിരുന്നു. കാരണം ആ സീരിയലുകളിൽ കഥ ഏറ്റവും വേഴ്സറ്റൈലും ഏറ്റവും നല്ല കണ്ടിന്യൂഷനുമായിരുന്നു. ആ സീരിയലുകൾക്ക് സൗണ്ട് ട്രാക്ക് ഉണ്ട്. അതിറക്കിയിരുന്നത് ഈസ്റ്റ് കോസ്റ്റാണ്. ഇത് ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചെന്നറിയോ? എൻ്റെ പപ്പയുടെ മമ്മിയുടെ കല്യാണം ചെയ്തിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചേ, ഇത് ഏത് പാട്ടാണ്, നല്ല രസമുണ്ടല്ലോ കേൾക്കാൻ. ഏതാന്ന് പറയട്ടെ, കവിളിൽ മറുകുള്ള സുന്ദരി പൂവിൻ. കേട്ടോ? ഈ പാട്ടാണ് അതിനകത്തുണ്ട്. അപ്പം ഞാൻ ഗൂഗിൾ വഴി സെർച്ച് ചെയ്ത് നോക്കി ഇത് ഏത് പാട്ടാണ്. അപ്പോഴാണ് മനസ്സിലായത് ആ സുന്ദര മെഡിക്കൽസ് എന്ന സീരിയലിലെ സൗണ്ട് ട്രാക്ക് ആയിരുന്നു. പക്ഷെ ഈ ഗാനം ഇപ്പൊ അടുത്തിറങ്ങിയ അഡ്വക്കേറ്റ് അഞ്ജലി എന്ന സീരിയലില് ഇപ്പൊ അതിപ്പോ ഒരു ടൈറ്റിൽ ട്രാക്ക് ആണ്. വസുന്ധര മെഡിക്കൽസിന്റെ ട്രാക്ക് ഇപ്പോൾ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ടൈറ്റിൽ ട്രാക്ക് ചെയ്ത നല്ല കാര്യം, ഓക്കെ, സമ്മതിച്ചു.
പക്ഷെ ഇപ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. കാര്യം എന്താ അറിയോ, ഈ പറയുന്ന ഒറിജിനൽ സീരിയൽ സൗണ്ട് ട്രാക്കുകളെല്ലാം ആൽബം സോങ് എന്നറിയപ്പെടുന്നത്. അത് ഈസ്റ്റ് കോസ്റ്റ് തന്നെ ഇറക്കിയത്. ബോധമുണ്ട് നിങ്ങൾക്ക്? ചിലപ്പോൾ ഫസ്റ്റ് ട്രാക്ക് മാത്രമായിരിക്കും അവർ യൂസ് ചെയ്യണത്, അതും ടൈറ്റിൽ ട്രാക്ക്. ബാക്കിയെല്ലാം അതിന് വേണ്ടി ജസ്റ്റ് ഇൻസ്പയർഡ് ബൈ ആയിരിക്കും. അങ്ങനെയായാലും ഇത് സൗണ്ട് ട്രാക്ക് തന്നെയാണ്, അതിനൊരു മാറ്റമില്ല. അതൊരിക്കലും അത് ആൽബം സോങ് ആവത്തില്ല. നിങ്ങൾ അതിനെന്തിക്ക്? ഇത് കോർപ്പറേഷനും ആർട്ടിസ്റ്റും ഒരേപോലെ വലിക്കേണ്ട കാര്യമാണ്. ഞാൻ വിചാരിച്ചു വിദ്യാസാഗറിനെല്ലാം അറിയാം. ബട്ട് ഐ എം സോറി, ഗാനങ്ങളെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും എല്ലാം അറിയാമെങ്കിൽ ഫോർമാറ്റിനെ കുറിച്ച് ചുക്കും അറിയാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ മുകിലിൻ പൂ എന്ന ഗാനത്തിന് അഡോബ് എന്നതിൻ്റെ ഹെഡിങ് ആവശ്യമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രിട്നി സ്പിയേഴ്സിൻ്റെ സ്ട്രോങ്ങർ എന്ന സിംഗിൾ, ആ സിംഗിളിൻ്റെ CD-യുടെ ബാക്ക് സൈഡിലോട്ട് നോക്കുമ്പോൾ തന്നെ അവരതിൻ്റെ ആൽബം എഴുതി വെച്ചിട്ടുണ്ട്. ഓപ്പ് സൈഡ് ഇതിൻ്റെ ആൽബത്തിൽ വരാനുള്ളതാണ്. കാരണം ഇത് അവർ പ്രൊമോഷൻ ചെയ്യാനാണ്. കാരണം ഇത് കാരണം മറ്റുള്ള ഓഡിയൻസിന് ഇനി വരുന്ന ആൽബം എങ്ങനെ ഇരിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന പ്രൊമോഷൻ രീതിയാണ് ഈ സിംഗിൾ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പുതിയ ഇറങ്ങുമ്പോൾ സിനിമക്ക് പുതിയ സിംഗിൾസ് ഇറങ്ങൂലേ, അതായത് സൗണ്ട് ട്രാക്ക് സിംഗിൾസ്. പക്ഷെ ഫുള്ള് സൗണ്ട് ട്രാക്ക് ആൽബം ഇറക്കിയിട്ടില്ല. സോ സൗണ്ട് ട്രാക്ക് സിംഗിളുകൾ ഇറക്കും, പിന്നെയാണ് മൊത്തം മോഷൻ പിക്ചർ സൗണ്ട് ട്രാക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇവരുടെ കാര്യത്തിൽ എങ്ങനെയാണ്, മുകിലിൽ പോകുന്ന ടൈറ്റിൽ ഇട്ടിട്ട് അഡോബ് എന്നിടും. എന്നിട്ട് അഡോബ് എന്ന പേരിൽ ഏതെങ്കിലും ഒരു ആൽബം ഇറക്കിയിട്ടുണ്ട് വിത്ത് 8 to 20 ട്രാക്സ്. ഇല്ല, ഒരൊറ്റ ഗാനം മാത്രമേ. അങ്ങനെ ഇട്ട് പിന്നെ അതിൻ്റെ പേരും പറഞ്ഞ ആൽബം എന്ന് പറയണതിന് അത് റബിഷ് എന്ന് അറിയത്തുള്ളൂ ഞാൻ. കാരണം മ്യൂസിക് ഇൻഡസ്ട്രിയിൽ അങ്ങനത്തെ ഒരു മണ്ടത്തരം ചെയ്യാൻ പാടില്ല. അൺയൂഷ്വൽ ടൈറ്റിൽ 2020 കലാകാരൻ്റെ കലകൾ, പിന്നെ വേറെ എന്തൊക്കെയാണ്, വേറെ കുറേ ടൈറ്റിലുകളും. സത്യം പറഞ്ഞാൽ ഇത് പൊട്ടയാണ്. വെറുതെ ഒരു മ്യൂസിക് വീഡിയോന് ആൽബം എന്ന് പറയരുത്. ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടായിരുന്നു, 1997 മൈക്കൽ ജാക്സന്റെ സ്മൂത്ത് ക്രിമിനൽ എന്ന ആൽബത്തിൽ ഏത് ആരാ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പോയി കളഞ്ഞത്. ഞാൻ ഗൂഗിളിൻ്റെ ഒരു കാര്യം പറഞ്ഞില്ലേ, അതിനകത്തുനിന്ന് സെർച്ച് ചെയ്ത് അടിച്ചു നോക്കും. എല്ലാവരും പറയണ ഒരു 1970 മുതൽ ഇങ്ങനെ പറഞ്ഞു. അല്ല, ഈ സംഭവം വെച്ച് കഴിഞ്ഞാൽ 1900 ഒരു 90s ഒക്കെ ആയപ്പോഴേക്കും ഈ ഒരു മ്യൂസിക് വീഡിയോയുടെ വളർച്ച അങ്ങ് സ്റ്റാർട്ടിങ് ആയിരുന്നു. പിന്നെ 2000 ആയപ്പോഴേക്കും ഇതിൻ്റെ ഒരു എന്താ പറയുക ക്ലാസ്സിലേക്ക് അങ്ങ് എത്തി. അതായത് നല്ല പീക്കായിരുന്നു. ഈ പേരുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആസിഫ് അലി ഡെബ്യൂട്ട് ആൽബം സ്കാം എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളാരും കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഞാനൊരു വീഡിയോ ഇരുന്ന് കണ്ട്. അപ്പോൾ ആസിഫ് അലീസ് ഫസ്റ്റ് ഡെബ്യൂട്ട് ആൽബം എന്നാണ് അതിനകത്താണ്. ആസിഫ് അലി ഡെബ്യൂട്ട് ആൽബം മമ്മൂട്ടിയും മോഹൻലാലും പാടുന്നുണ്ട്. സോ വൈ ഷുഡ് ആസിഫ് അലി? അപ്പോൾ ഞാനങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ ഈ വീഡിയോ അങ്ങ് കണ്ടു. ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഡെബ്യൂട്ട് ആൽബം ഓഫ് ആസിഫ് അലി എന്നാണ്. പിന്നെ അതിനുശേഷം പിന്നെ ആസിഫ് അലി എഴുതി കാണിക്കുന്നു. പിന്നെ അതിനുശേഷം വന്നെയാണ് ആസിഫ് അലിയുടെ സ്റ്റൈല്, ആസിഫ് അലി വരുന്നു നോക്കുന്നു അങ്ങനെയൊന്നും. പക്ഷെ ആർട്ടിസ്റ്റ് ഡീറ്റെയിൽ എഴുതി വെച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് പൊളിഞ്ഞു കയറി. കാരണം ഇത് പാടിയേക്കണ വിനീത് ശ്രീനിവാസന്. ആദ്യമായി ഞാൻ കണ്ട നാൾ ആ മുഖം എൻ സ്വപ്നമായി. നല്ല വിഷമം തോന്നുന്നു. കാരണം ഈ പേര് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെയാണ് ഞാൻ ഇതിനെ പറയുന്നത്. ആസിഫ് അലിനകത്ത് ജസ്റ്റ് ഒരു കെമിയോ റോളായിട്ട് വന്നേക്കുന്നത്. അതിനെയാണ് ആസിഫ് അലിയുടെ ഡെബ്യൂട്ട് ആൽബം എന്ന് പറയുന്നത്. ദിൽഷെ ഫാത്തിഹ ദിൽഷാന്തർ തൂഹേൻ എന്ന ഗാനം റിമിക്സ് ആൽബം എന്ന് പറയുന്നു. ഞാനിപ്പോൾ ഇത് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴേക്കും ഗൂഗിൾ തന്നെ ആൽബം സോങ് അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെ സ്പെല്ല് ചെയ്തത് പോപ്പ് സോങ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ തന്നെ സോറി എൻ്റെ മിസ്റ്റേക്കാണ്, ഇത് പോപ്പ് സോങ് ആണ്, എൻ്റെ ടൈറ്റിൽ വരിക. അത് ഗൂഗിൾ തന്നെ കറക്റ്റായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം അത് ഈ മ്യൂസിക് ഇൻഡസ്ട്രിയുടെ കുഴപ്പമാണത്. കാരണം നമ്മുടെ ഇവിടുത്തെ അല്ല, സൗത്ത് ഇന്ത്യയിലെ മിക്ക ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത് ആൽബം സോങ് ആൽബം സോങ് ആൽബം സോങ്. ഫിലിം സൗണ്ട് ട്രാക്ക് ഒഴിച്ച് എല്ലാം ഉൾപ്പെടാം. നാടൻ പാട്ടായാലും കൊള്ളാം, ഭക്തിഗാനമായാലും കൊള്ളാം, ലളിതഗാനമായാലും കൊള്ളാം, എല്ലാം ഉൾപ്പെടും ഫിലിം സൗണ്ട് ട്രാക്സ് ഒഴിച്ച്. അതാണ് ഈ പോപ്പ് ഗാനങ്ങളുടെ ഒരു പ്രത്യേകത. എല്ലാം ഉൾപ്പെടും എക്സെപ്റ്റ് ഫിലിം സൗണ്ട് ട്രാക്ക്. ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. കാരണം ആരും അത് സെർച്ച് ചെയ്യാറില്ല.
ഇത് ഇത്തിരി പീക്കായിട്ട് വന്നത് ഒരു 2000 സമയത്താണ്. 2005 ഗൂഗിൾ വന്നത്. പക്ഷെ ആരും അത് യൂസ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. ഇനി അഥവാ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ അത് നല്ലതിനല്ല യൂസ് ചെയ്യണത്, പ്രത്യേകിച്ചും മുതിർന്നവർ. അതുകൊണ്ട് തന്നെ ആരും സെർച്ച് ചെയ്യാല്ല, അങ്ങനെ നിൽക്കട്ടെ. പിന്നെ ഇത് മാറ്റാൻ നോക്കിയാൽ ചിലതെന്ന് പറയും ഞങ്ങൾ 90s കിഡ്സാണ്, ഞങ്ങൾ 80s കിഡ്സാണ്, ഞങ്ങൾക്ക് ആൽബം സോങ് എന്നേ അറിയത്തുള്ളൂ. അത് നീ പറയണേ പോടാ. ഹലോ, ഈ കാര്യം ഒരു തറാന്ന് എഴുതുന്ന പറയാന്ന് പറയുന്ന തിരുത്തണേനാണ് ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത്. ഈ സംഭവം തന്നെ ഒരു രീതിയിൽ വന്നത് 2000s. ഇപ്പോഴതിന് മാറ്റം ഉണ്ടോ? ഇല്ല. പല ആൾക്കാരിപ്പോൾ റാപ്പ് പാടണം എന്ന് പറയണത്. റാപ്പ് പാടൂല, റാപ്പ് ചെയ്യണം. ഇത് ഞാനല്ല പറഞ്ഞത്, ബേബി ജീനെ ഒഫീഷ്യലായിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്താണത്, ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ സ്ക്രീൻഷോട്ട് ചെയ്തെടുത്തിട്ട്. അപ്പോൾ 80s 90s മോഡാ. എന്ത് 80s 90s മാത്രമേ ആൽബം സോങ്, കാരണം ഞങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുള്ളൂ, ഞങ്ങൾ അങ്ങനെ പാടുള്ളൂ. പ്ലീസ് നിങ്ങളൊരു കാര്യമെങ്കിലും മനസ്സിലാക്കുക. ഇങ്ങനെ തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ നിർത്ത്. കാരണം നിങ്ങൾ പോപ്പ് സോങ്ങിനെ പോപ്പ് എന്ന് രണ്ടർത്ഥത്തിൽ ഉദ്ദേശിച്ച് നിങ്ങളത് കൺഫ്യൂസ്ഡ് ആയിപ്പോയിട്ട് നിങ്ങളത് പറയണില്ല. നിങ്ങൾ ആൽബം സോങ് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. നിങ്ങൾ നിർത്തത് ഒരു ദിവസമല്ല, നിർത്തത്. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ പറയണ കാര്യമാണെങ്കിൽ മ്യൂസിക് വീഡിയോ ആൽബം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇതിനുള്ള ഡെഫിനിറ്റ് എക്സാമ്പിൾ ഹിമേഷ് ശർമ്മയുടെ ആപ്കാ സുരൂർ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ യൂട്യൂബിൽ തന്നെ ഇരിപ്പുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷനിലോട്ട് ഇടാം. അതിലെല്ലാ ഗാനങ്ങളും വീഡിയോസാണത്. എല്ലാ മ്യൂസിക് വീഡിയോയുടെ ഒരുമിച്ച്, അതായത് ഒരു ആൽബം തന്നെ അല്ലെങ്കിൽ മിക്സ് ടേപ്പ് തന്നെ മ്യൂസിക് വീഡിയോയുടെ രീതിയിൽ ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട്, അതായത് എക്സ്ക്ലൂസീവ്ലി എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് മ്യൂസിക് വീഡിയോ ആൽബം എന്ന് പറയുന്നത്. അതായത് മ്യൂസിക് വീഡിയോസ് മാത്രമേ ഉള്ളൂ, അതിൽ വേറൊന്നുമില്ല. ഈ പേരിനുണ്ടാകുന്ന തെറ്റുകൾ ഇത്രയും വലുതാണ്. ഇനി ഞാൻ പറയാൻ പോണ കാര്യം കുറച്ച് സീരിയസ് മാറ്ററാണ്. നമ്മുടെ ഈ രാജ്യത്ത് ലക്ഷങ്ങളോളം ഗാനങ്ങൾ വരുന്നുണ്ട്, അത് സൗണ്ട് ട്രാക്കിലായാലും പോപ്പ് ഗാനങ്ങളിലായാലും. പക്ഷേ ചില ഗാനങ്ങൾ ഒരു ലേബലിൻ്റെ ആക്സസിലാണെങ്കിൽ ആ ഗാനം മാത്രം മതി, മറ്റൊരു ലേബലുകൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ഞാൻ ഈ കേരളത്തിലും ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ലേബലിൽ ഇറങ്ങിയ ഗാനം മറ്റൊരു ലേബലിൽ ഇറക്കുന്നത് അത് അവരുടെ സബ്സിഡറിയിൽ അല്ലാത്തത് എന്ന് പറയുന്നത് ഭയങ്കര മോശമുള്ള കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ കാര്യം സത്യം തന്നെ. മിലീനിയം വീഡിയോ വിഷൻ, റഫ ഓഡിയോസ്, അതിനും കൂടുതൽ വേറെ കുറച്ച് ലേബൽസും ഉണ്ട്. ഈ 2 ലേബൽസിനും ഗാനങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അവർക്ക് അവരുടെ ലൈസൻസ്ഡ് അല്ലാത്ത അവരുടെ ഗാനങ്ങൾ തന്നെ ഇറക്കുന്നു. എന്തുകൊണ്ട്? കാരണം ഞാൻ ഇതിപ്പോൾ ഫിലിം സൗണ്ട് ട്രാക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കിത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഫിലിം സൗണ്ട് ട്രാക്സിലാണ് അങ്ങനെ കുഴപ്പങ്ങളൊക്കെ പറ്റാൻ ഡിഫറെൻറ്റ് ലേബലൊക്കെ എടുക്കുക. പക്ഷേ അതിനും വേണം റെഗുലേഷൻ. ഫിലിം സൗണ്ട് ട്രാക്ക് ആയാലും അതിനും വേണം റെഗുലേഷൻ. കാരണം മറ്റൊരു ലേബലിലെ അണ്ടറിലെ ഗാനം നിങ്ങളെന്തിനാ അത് പബ്ലിഷ് ചെയ്യണത്? അത് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇവിടെ മാത്രമല്ല, തമിഴ്നാട്ടിൽ CDs കൺഫ്യൂസ്ഡ് ആണ് ഞാൻ CDs എങ്ങനെ നോക്കണമെന്ന്. പല ഫിലിം സൗണ്ട് ട്രാക്കിൻ്റെ ഗാനങ്ങൾ പല ലേബിൾസ് ഇറക്കണത് എനിക്ക് മനസ്സിലാവുന്നില്ലത്. ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം, മിഴിനീർ എന്ന പോപ്പ് ആൽബവും മറ്റ് പോപ്പ് ആൽബങ്ങളും, ഇപ്പോൾ പ്രണയത്തിന് ഓർമ്മയ്ക്ക്, ഈ ഗാനങ്ങളെല്ലാം സത്യം ഓഡിയോസിൻ്റെ കയ്യിലാണ്. സത്യം ഓഡിയോസ് ഇപ്പോൾ സോണി മ്യൂസിക് അബ്സോർബ് ചെയ്തേക്കണേ. സോണി മ്യൂസിക് നിങ്ങളൊരു വലിയൊരു ലേബലല്ലേ, നിങ്ങൾ വേൾഡിലെ സെക്കൻഡ് മൾട്ടിനാഷണൽ ലേബലാണ്. നിങ്ങൾ വേൾഡിലെ സെക്കൻഡ് മൾട്ടിനാഷണൽ. എന്നിട്ടും നിങ്ങളുടെ ഗാനങ്ങൾ ഇങ്ങനെ റിലീസായി പോകണമെന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, കോപ്പിറൈറ്റ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും വലിയ ക്രൈമാണ്. കാരണം ഒരാളുടെ കാര്യം കോപ്പിറൈറ്റ് ചെയ്യണത് ഏറ്റവും വലിയ ക്രൈമാണ്. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോസിന് എടുക്കുമ്പോൾ നിങ്ങളുടെ ഗാനങ്ങളാണെങ്കിൽ അത് സെൻസർ ചെയ്ത് കോപ്പിറൈറ്റ് ചെയ്ത് കളയും. സോ നിങ്ങളുടെ തന്നെ ഗാനങ്ങൾ ഓരോ രീതിയിൽ ഇറങ്ങുമ്പോഴേക്കും നിങ്ങളതിന് ആക്ഷൻ എടുക്കുക സോണി മ്യൂസിക്. കാരണം നിങ്ങളുടെ കുറച്ച് ആൽബംസാണ്, നിങ്ങളുടെ കുറച്ച് പോപ്പ് ഗാനങ്ങളെയാണ്, നോൺ ഫിലിം സോങ്സാണ് ഇവരെല്ലാവരും എടുത്തുകൊണ്ട് പോകണത്. അപ്പോൾ നിങ്ങളുടെ ആക്സസും കുറഞ്ഞു പോകും. ഈ
സെർച്ചിൽ തന്നെ ഫസ്റ്റ് വന്നതിൻ്റെ അവരുടെ ആക്സസും കൂടി കൂടും. സ്റ്റോപ്പ് ഇറ്റ് ഓൾ. അവരുടെ ഗാനങ്ങളൊന്നും ആവശ്യമില്ല എന്ന് ഞാൻ പറയണമെന്ന് വെച്ചിരിക്കണമായിരുന്നു. ഞാൻ ഇതിന് ഒരു വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം ഇടും. താഴെ കൊടുത്തിരിക്കുന്ന കുറേ ഇൻഫർമേഷൻ ഇപ്പോഴായിട്ട് അങ്ങനെ കൊടുക്കാറില്ല, പക്ഷേ പ്ലീസ് ഇനി കൊടുക്കരുത്. കാരണം നിങ്ങൾ താഴെ കൊടുക്കുന്ന ഇൻഫർമേഷൻ്റെ ഒപ്പം സോങ്ങിൻ്റെ പേര് എഴുതാറില്ല, പകരം ആ സോങ് ഇറക്കിയ ആൽബത്തിൻ്റെ പേര്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഒന്ന് തുടങ്ങി വെച്ചത് തന്നെ. അപ്പോൾ സോങ്ങിൻ്റെ പിന്നെ വളരെ ഭയങ്കര എന്താ പറയുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന അമ്മാതിരി സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ഉദിത് നാരായൺ, ശങ്കർ മഹാദേവ് എന്ന് എഴുതി വെച്ചാണ്, സുജാത എന്നൊക്കെ എഴുതി വെച്ചാണ്. സോ പണ്ടത്രയും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇപ്പം അധികം ഇല്ല. സോ അതൊക്കെ ഒന്ന് കുറക്കാൻ ശ്രമിക്കുക. ഇപ്പോഴങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ നിർത്താൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മൾ ഈ പഴഞ്ചൻ ഈ പേരും കുറിച്ചിരിക്കുമ്പോൾ എനിക്കിത് വിഷമം തോന്നും. സത്യം പറഞ്ഞാൽ ഡീഫങ്ക്റ്റായ പല ആൽബങ്ങളും പല സിംഗിൾസും പല EP-കളും ഉണ്ട്. ഇതിനകത്ത് നിന്ന് ചിലത് റീമാസ്റ്റേർഡ് ആയിരിക്കും, പക്ഷേ ചെയ്യുമ്പോൾ കൃത്യമായ ഡേറ്റും കൃത്യമായ ക്ലാരിഫൈഡ് ഉള്ള ഇൻഫർമേഷനും നൽകണം. ഇപ്പോഴത്തെ മലയാളം പോപ്പ് ഗാനങ്ങളുടെ അവസ്ഥ ഇതാണ്. ഇപ്പോഴത്തെ പഴയ ഗാനങ്ങൾ നമ്മൾ നോക്കുമ്പോഴേക്കും ഡേറ്റ് കൃത്യമില്ല. കാരണം അതവർ റിലീസ് ഡേറ്റ് മാത്രമേ അവർ കണക്കാക്കുന്നുള്ളൂ. അവർ ഇത് 2006 ഇറങ്ങിയ ഒരു ആൽബം അല്ലെങ്കിൽ ഒരു സിംഗിൾ 2012 കിടക്കുന്ന ഡേറ്റ്, അല്ലെങ്കിൽ 2022, 2021 ഡേറ്റ് ക്ലാരിഫൈഡുള്ള ഡേറ്റ് വേണം. ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ എനിക്കിന്ന് പറയാനുള്ളത്. കാരണം ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇനി വരാൻ പോകുന്ന പല പുതിയ മ്യൂസിക്കുകൾ, ഇൻഡി പോപ്പ് വേറെയാണ്, ഇൻഡി പോപ്പ് വേറെയാണ്. അതിനെ ഇൻഡി പോപ്പ് എന്ന് പറയണ്ട, ഐ പോപ്പ് എന്ന് പറയുന്നത് നല്ലതാണ്. കാരണം ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ കൊറിയയുടെ പിന്നാലെയാണ്. നമ്മുടെ ഇന്ത്യൻ ആർട്ടിസ്റ്റുകളുടെ ഒരു ആർട്ട് പോലും ആർക്കും ഇഷ്ടമാണില്ല. പ്ലീസ് റെസ്പെക്ട് ദ ഇന്ത്യൻസ് ആർട്ടിസ്റ്റ് ഓൾസോ, പ്ലീസ്. എൻ്റെ അപേക്ഷയുണ്ട്. അപ്പോൾ ഐ പോപ്പ് എന്ന് പറയുന്നത് ഇനിയും കുഴപ്പമില്ല. ഇൻഡി പോപ്പ് എന്ന് ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റ്. എൻ്റെ ഒരു ആഗ്രഹം കൂടിയുണ്ട്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അരുൺ വൈൽഡ് ബ്രീസർ എന്നൊരു അക്കൗണ്ടിൽ നിന്ന് ഫോളോ ചെയ്യണം കേട്ടോ. പിന്നെ അയാളുടെ വേറൊരു അക്കൗണ്ട് പാട്ട് വെട്ടിക്കൊപ്പം എന്നുള്ളത്, അതിനിപ്പോൾ 20K മില്യൺ ഫോളോവേഴ്സായി. സോ അതിനകത്ത് ഞാൻ കുറേ കാര്യങ്ങൾ കാസറ്റ്സ് കണ്ടു, CDs കണ്ടു, കുറേ റേഡിയോസ്, പഴയ റേഡിയോസുകൾ, അതൊക്കെ അതും ഏർലി 80s മുതൽ 2000s to 2010 വരെയുള്ള റേഡിയോസുകൾ. അത് കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ കുറേ കാസറ്റ്സ്, അതാണല്ലോ ഏറ്റവും വലിയ എവിഡൻസ്. കാരണം ഒറിജിനലി ഒഫീഷ്യലി റിലീസ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ കാസറ്റ്സും അതിൻ്റെ റിമീൻസ് അറിയുമ്പോൾ അതിൽ സന്തോഷം ഉണ്ടാവും. സോ ഞാൻ ചെക്ക് ചെയ്തു. പിന്നെ എനിക്ക് കൗതുകം തോന്നുന്നത് ഒരു വിനൈൽ ഗ്രാമഫോണിന് പകരം ഒരു വാൻ ഉപയോഗിച്ച് വിനൈൽ പ്ലേ ചെയ്യുന്നത്, അതൊക്കെ നല്ല സാധനം. പക്ഷേ ഇതൊന്നല്ല ഞാൻ പറയുന്നത്. ഓരോ ഓഡിയൻസ് അദ്ദേഹത്തിന് ഇടുന്ന എല്ലാ കമൻറ്റുകളും അദ്ദേഹം റിപ്ലൈ ചെയ്യാറുണ്ട്, എക്സെപ്റ്റ് മൈ ഒരു കമൻറ്റ്. ഞാൻ നിങ്ങളൊരു നല്ലൊരു സംഗീത പ്രേമിയാണെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കൂ. ശരിക്കും ആൾക്കാർ സിനിമയില്ലാത്ത ഗാനങ്ങൾ ആൽബം സോങ് എന്ന് പറയുന്നത് അത് തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ പോപ്പ് സോങ് എന്ന് പറയുന്നത്. കാരണം അതിനെയൊക്കെ മറ്റുള്ള ഗാനങ്ങളൊക്കെ എല്ലാം തെറ്റായി ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ചില കാര്യം ഇത് തെറ്റാണ് കേട്ടോ. അത് എനിക്ക് അന്നിത്തിരി മനസ്സിലായി. ഇപ്പോഴാണ് ഞാൻ മൊത്തത്തിൽ അങ്ങ് മനസ്സിലായി. ഇനി എനിക്കത് ഇടേണ്ട ആവശ്യമില്ല. ഞാൻ ആ വീഡിയോ ഇന്ന് തന്നെ വന്നിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഇടും. അതൊന്ന് കാണട്ടെ. എനിക്കിതേ പറയാൻ പറ്റും. ഇനി മുതൽ ഇങ്ങനത്തെ ഈ പേര് പറയാൻ നിർത്ത്. ആ പേര് അതിൻ്റെ അർത്ഥമല്ല. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇതുപോലും ഇല്ല. കാരണം എല്ലാവരും ഇന്ത്യ മോഡേണൈസ്ഡ് ഏരിയസിൽ അവർ പോപ്പ് സോങ് എന്ന് പറയുള്ളൂ. ഈവൻ സ്പോട്ടിഫൈ വരെ നോക്കുക, മലയാളം പോപ്പ് എന്ന് പറയുന്നത് അതായത് മലയാളം പോപ്പുലർ സോങ്സ്, അല്ലാണ്ട് 1950 പോപ്പ് ജനറല്ല ഉദ്ദേശിക്കുന്നത്. പോപ്പുലർ സോങ് എന്ന അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത് മനസ്സിലായോ? സോ 90s 80s ആണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ പറയുള്ളൂ, ഇങ്ങനെ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം നിങ്ങൾ പറയുന്ന ആബ്സല്യൂട്ട് തെറ്റാണ്. അത് ആർട്ടിസ്റ്റ് ആയാലും കൊള്ളാം, കോപ്പറേഷൻ ആയാലും കൊള്ളാം. ഇതെല്ലാം അനുസരിച്ചുകൊണ്ട് തന്നെ ഇനി വരുന്ന മ്യൂസിക് ഇൻഡസ്ട്രിയിൽ സിനിമയിലില്ലാത്ത ഗാനങ്ങളെ പോപ്പ് ഗാനങ്ങളാണെന്ന് നിങ്ങൾ പറയണം. ഇതെൻ്റെ റിക്വസ്റ്റാണ്. ഒരാൾ പോലും ആൽബം സോങ് എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല.
ഇത് പണ്ടത്തെ ആൾക്കാർ ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെ പറയുന്നില്ലേ, ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ട്. സോ പ്ലീസ്, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു ആൻഡ് ടാറ്റാ.